പാളയം മുഹിയുദ്ദീൻ പള്ളിയിൽ നിന്ന് കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നുകൂടി നമുക്കൊപ്പം ചേരുന്നു. അവിടെ നടക്കുന്ന പ്രാർത്ഥനാ നിമിഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ അഭിജിത്ത് ചേരുന്നു. ഗുഡ് മോർണിംഗ് അഭിജിത്ത്, ബക്രീദ് ആശംസകൾ പറയൂ. ഗുഡ് മോർണിംഗ്. വലിയ പെരുന്നാൾ ആശംസകൾ. ഞാനുള്ളത് കോഴിക്കോട് പാളയം പള്ളിയിലാണ്. ഇവിടെ രാവിലെ 7 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾക്കെല്ലാം തുടക്കമായിട്ടുണ്ട്. വിശ്വാസികൾ എത്തി. ആദ്യം നമസ്കാര ചടങ്ങുകൾ നടന്നു. നിലവിലിപ്പോൾ പ്രഭാഷണമാണ് നടക്കുന്നത്. അബൂബക്കർ നന്മണ്ട എന്ന ഇസ്ലാമിക പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകളെല്ലാം പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെയധികം ആഘോഷപൂർവ്വം വലിയ പെരുന്നാളിനെ സ്വീകരിക്കുന്നവരാണ് കോഴിക്കോട്ടുകാർ. പക്ഷേ ഈദ്ഗാഹുകളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം മഹല്ലുകളും പള്ളികളും കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥനകൾ, നമസ്കാരങ്ങളൊക്കെയാണ് നടക്കുക. ഇതിനുശേഷം ബലിയർപ്പണം നടക്കും. തുടർന്ന് വീടുകളിലേക്ക് മടങ്ങുന്ന ഇവർ മധുരം പങ്കിട്ടും പരസ്പരം ആശ്ലേഷിച്ചും കുടുംബ വീടുകളിലെത്തിയും ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അത് ആഘോഷപൂർവ്വം കൊണ്ടാടുകയും ചെയ്യും. ഇക്ക, എങ്ങനെയാണ് വലിയ പെരുന്നാളാണ്, എങ്ങനെയുണ്ട് ആഘോഷങ്ങളൊക്കെ? ആഘോഷങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. നല്ല കാലാവസ്ഥയാണ്. ആൾക്കാർക്ക്, ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങളെ സന്ദർശനമൊക്കെ നടത്താൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഈ നമസ്കാരം, പള്ളിയിലെ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ചടങ്ങുകളൊക്കെ? അടുത്ത ചടങ്ങ് ബലികർമ്മമാണ്. ബലികർമ്മം കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിച്ച് കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകും. അങ്ങനെയാണ് SKN. എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ കോഴിക്കോട് വിപണികളൊക്കെ സജീവമായിരുന്നു. മിഠായി തെരുവിൽ ഉൾപ്പെടെ വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്നേതായാലും ആഘോഷപൂർവ്വം കോഴിക്കോട്ടുകാർ വലിയ പെരുന്നാളിനെ സ്വീകരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നു. കോഴിക്കോട് പാളയം മുഹിയുദ്ദീൻ പള്ളിയിൽ നിന്നാണ് നമുക്കൊപ്പം അഭിജിത്ത് ചേർന്നത്.